സ്നേഹമുള്ളവരെ, ഇന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. വിളക്കന്നൂർ ഇടവക സഭയുടെ ചരിത്രത്തിൽ, ആഗോള സഭയുടെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇവിടെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം അത് സഭ അംഗീകരിക്കുകയും ഇവിടെ സ്ഥിരപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു മനോഹരമായ ഗാനം ഈ വിളക്കന്നൂർ ഇടവകയൊക്കെ മനസ്സിൽ കുറിച്ചുകൊണ്ട് അത് എന്നും ഓർത്തിരിക്കത്തക്ക വിധത്തിൽ ഈ ദിവ്യകാരുണ്യ അത്ഭുതവുമായി ബന്ധപ്പെട്ട് മനോഹരമായ ഒരു ഗാനം രചിച്ച സഭയിൽ അങ്ങേ തിരുമുറിവിൽ എന്ന് തുടങ്ങുന്ന പോലെ വളരെ ഹിറ്റായ, വളരെ ദൈവസ്പർശിയായ, ദൈവസ്നേഹത്താൽ തുളുമ്പുന്ന ഒരു ഹൃദയവുമായി ഒരുപാട് ഗാനങ്ങൾ രചിച്ച ഫാദർ ലൂയി മരിയാസ് ദാസ് അച്ഛനിപ്പോൾ നമ്മളോട് ചേരുകയാണ്. അച്ഛാ, ഈ വിളക്കന്നൂർ ഇടവകയെ അനുസരമാക്കിക്കൊണ്ട് അച്ഛനൊരു ഗാനം ഇപ്പോൾ ഈ ദിവ്യകാരുണ്യ അത്ഭുതമായി ബന്ധപ്പെട്ട് രചിച്ചു എന്ന് പറയുന്നു. എന്താണ് അച്ഛാ അതെങ്ങനെ ഒരു ഗാനം രചിക്കാൻ അതിൻ്റെ പിന്നീടുണ്ടായ സാഹചര്യം കുന്നസ്വയ്ക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? അത് ഈ ഗാനം രചിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഇൻസ്പിറേഷൻ എനിക്കുണ്ടായി. ഇവിടുത്തെ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ നമ്മുടെ ടി വിയിലൂടെ ഗുഡ്നസ്സിലൂടെ വന്ന വാർത്ത വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ടായി. അപ്പോൾ എന്നോടിങ്ങനെ ഈ ഗാനങ്ങൾ, ഒരു ഗാനം എഴുതണം എന്നുള്ളൊരു പ്രേരണയുണ്ടായി എനിക്ക്. പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്നാണ് ഞാൻ പാട്ടുകൾ എഴുതുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രേരണ ഉണ്ടായി. 2008 അങ്ങേ തിരുമുറിവുകളിൽ എന്ന പാട്ട്, എന്നെ മറക്കണമേ. അതിനുശേഷം ഇപ്പോൾ 70ഓളം ഗാനങ്ങൾ എഴുതി. അപ്പോൾ ഈ ഒരു അത്ഭുതത്തിൻ്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് അങ്ങനെ ഒരു ഗാനം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നു. ഏതാണ്ട് 5 മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതി കഴിഞ്ഞു. ഞാൻ അഭിമന്യ പിതാവിനോട് കാര്യം സംസാരിച്ചു. പിതാവ് പാട്ട് പരിശോധിച്ചു. കുര്യയിലെ അച്ഛന്മാർ അത് കേട്ടു. അങ്ങനെ എനിക്ക് ആ ഗാനം ഇറക്കാനുള്ള അനുവാദം തരുമായിരുന്നു. ഇന്നത് പിതാവ് അത് റിലീസ് ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പരിസരത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഗാനമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത്. അതിനകത്ത് 2-3 കാര്യമുള്ളത്. ഒന്ന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് ആമേൻ പൂർണ്ണമായിട്ട് ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു ഗാനമാണ്. ആ പല ഗാനങ്ങളിലും അതിൻ്റെ പൂർണ്ണത, ആ പ്രാർത്ഥന മുഴുവനില്ല. ഈണം കൊടുക്കുമ്പോൾ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഗാനം സ്റ്റുഡിയോയിൽ പാടിയിട്ട് നമ്മുടെ കസ്റ്റർ പറഞ്ഞത് ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് വളരെ സംതൃപ്തിയായെന്ന് പറഞ്ഞു. കാരണം ഈ ഗാനം അതിൻ്റെ ഒരു പൂർണ്ണത ഉൾക്കൊള്ളുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ്. പിന്നെ ഈ ഗാനത്തിൽ ആദ്യത്തെ അത് പാടണമെന്ന്, ഇങ്ങനെ വെറുതെ പാടണോ? അതിൻ്റെ വരികളൊന്ന് പറയാം. പാട്ടൊക്കെ അല്ല. വിളക്കന്നൂറാലയത്തിൽ വെളിപ്പെടുത്തി ദൈവം തിരുമുഖഛായയെന്ന തിരുവോസ്തിയിൽ വിളിക്കുമ്പോൾ വിളി കേൾക്കാനരികത്തു ഞാനുണ്ട് എന്നു നാഥൻ കനിഞ്ഞോതി കുർബാനയിൽ, എന്നു നാഥൻ കനിഞ്ഞോതി കുർബാനയിൽ. വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ അമ്മ തന്നെന്ന് പറയുമ്പം തീർച്ചയായിട്ടും ആ പരിശുദ്ധ അമ്മയുടെ കയ്യൊപ്പ്, തൻ്റെ തിരുക്കുമാരൻ്റെ ആ മഹത്വത്തിന് വേണ്ടി അത് രചിക്കുവാൻ അച്ഛനെ ഉപകരണമാക്കി വളരെ മനോഹരമായിട്ട് പാടി. അത് അമ്മ തന്നെയാണ് എനിക്ക് പാട്ടുകളൊക്കെ തരുന്നത്. മര്യദാസാണ് പാട്ടിറക്കിയപ്പോഴാണ് മര്യദാസ് പേര് സ്വീകരിച്ചത്. ആദ്യ ഗാനം അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കണം എന്നുള്ള ഗാനമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ലഭിച്ചതാണ് ആ പാട്ട്. അപ്പോൾ അത് വളരെ സന്തോഷം. ഗുഡ്നസ് ചാനലിന് സന്തോഷം. നമ്മുടെ ഗ്രാസിയ മാതാവിൻ്റെ പേരുള്ള ഗ്രാസിയ എന്ന യൂട്യൂബ് ചാനലിലാണ് ഇത് ഇന്നിപ്പം പിതാവ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൽ കിട്ടും, ഗാനം കിട്ടും. സന്തോഷം. ഒത്തിരി താങ്ക് യു അച്ഛാ. അച്ഛൻ ഇനിയും ഇതുപോലെയുള്ള നിരവധി ഗാനങ്ങൾ രചിക്കുവാൻ ദൈവം ഇടയാകട്ടെ. പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും ഈശോയും അച്ഛനെ ഉപകരണങ്ങളാക്കട്ടെ. ജനഹൃദയങ്ങളിൽ ആഴപ്പെടുന്ന അവിശ്വാസ തീഷ്ണത ജ്വലിപ്പിക്കുവാൻ അച്ഛൻ്റെ ഗാനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അച്ഛാ. സാറിന് നന്ദി. താങ്ക് യു.